ശരി. ഇവിടെ ശ്രീമതി താര 3 മാസമായി ഓണറേറിയം മുടങ്ങിക്കിടക്കായിരുന്നു. ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് കുടിശ്ശികയിൽ കുറച്ചെങ്കിലും തീർക്കാനെങ്കിലും കഴിഞ്ഞത്. ഓണറേറിയം വർധനവ് എന്ന അടിസ്ഥാനപരമായ ആവശ്യം അവിടെ നിൽക്കുകയും ചെയ്യുന്നു. ഇതിപ്പോൾ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കളിച്ചതുകൊണ്ട് അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രശ്നം പരിഹൃതമാകുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് സംഘടനയാണ്, ഈർക്കിലി പാർട്ടിയാണോ അതോ വേറെ സംഘടനയാണോ നമ്മുടെ സംഘടനയാണോ, ആ ചോദ്യമല്ല ഇവിടെ ഉയരേണ്ടത്. എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു എന്നുള്ള ചോദ്യമല്ല ഇവിടെ ഉയരേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ചോദ്യം ഉയരുമ്പോൾ ഇവർ വളരെ ന്യായമായ ഒരു കാര്യത്തിനാണ് അവർ സമരം ചെയ്യുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞുവല്ലോ, ആശാ വർക്കർമാരുടെ ഈ കുടിശ്ശിക കേന്ദ്രം തരുന്നില്ല. ശരിയാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വയനാട്ടിലെ കേന്ദ്ര സഹായം വച്ച് താമസിപ്പിക്കുന്നു എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അവർ 1 മാസത്തിനുള്ളിൽ ഇത് തീർത്തു കൊടുക്കണം എന്ന് പറയുന്ന നിബന്ധനകൾ വയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ അവഗണന ഒരു അംഗീകൃത വസ്തുതയാണെന്ന് വെച്ചുകൊണ്ട് തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങൾ എല്ലായിടത്തും നാഷണൽ ഹെൽത്ത് മിഷൻ നടക്കുന്നുണ്ടല്ലോ. സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനത്ത് 10,000 രൂപയാണ് കൊടുക്കുന്നത്. അത് കേന്ദ്രത്തിൻ്റെ പ്രത്യേക സഹായം അവിടെ കിട്ടുന്നില്ല, ആ സംസ്ഥാനം കൊടുക്കുന്നതാണ്. കർണാടകത്തിൽ 8,000-ൽ നിന്ന് 9,500 അവർ വർദ്ധിപ്പിച്ചു. ബാക്കി ഇൻസെൻറ്റീവ് ഉൾപ്പെടെ അവർക്ക് നല്ലൊരു തുക കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമ്പൂർണമായ പ്രാഥമിക ഉത്തരവാദിത്തം അവനവൻ്റെ സ്റ്റേറ്റിന് തന്നെയാണ്, അവനവൻ്റെ സർക്കാരിന് തന്നെയാണ് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പിന്നെ മാത്രമല്ല, ഇൻസെൻറ്റീവും ആണ് ഇതിനകത്ത് ഈ വ്യത്യാസമുണ്ടാക്കുന്നത്. ഇൻസെൻറ്റീവ് കിട്ടാൻ നമ്മുടെ സംസ്ഥാനത്തിന് പരിമിതികളുണ്ട്. കാരണം നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ, അതായത് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം, നമ്മുടെ കുഷ്ഠരോഗത്തിൻ്റെ ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-ന് 0.11%, അതായത് 1% താഴെയാണ്. അവർക്ക് 250 രൂപയോ അത്രയും കണ്ടാണ് ഈ ഡയഗ്നോസിസിന്, രോഗം കണ്ടുപിടിച്ചാൽ അതിന് തുടർ ചികിത്സ നടത്തിയാൽ 400 രൂപ കിട്ടും. നമ്മൾ ഇല്ലാത്ത കുഷ്ഠരോഗികളെ ഉണ്ടാക്കണോ? അതാണോ നമ്മൾ ഇനിയിപ്പോൾ ശ്രമിക്കേണ്ടത്? ഇപ്പോൾ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിലേ നമുക്ക് കേന്ദ്രത്തിന്റെ വിഹിതം നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. വയനാട്ടിൽ ഈ വിഹിതം കിട്ടണമെങ്കിൽ നമ്മൾ കേരളം പിന്നോക്കാവസ്ഥയിലേക്ക് പോകണം എന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ആശാ വർക്കർമാരുടെ ന്യായമായ ഈ ഇൻസെൻറ്റീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ കക്കൂസ് ഇല്ലാത്ത വീടുകളിൽ കക്കൂസ് വെച്ച് കൊടുത്താൽ 75 രൂപ കിട്ടും. 96% വീടുകളിലും ഈ കക്കൂസുണ്ട്. 1%-ൽ താഴെ കണ്ടേ ഉള്ളൂ കക്കൂസുകളില്ലാത്ത. അപ്പോൾ നമ്മൾ ഈ നേടിയതെല്ലാം നമ്മൾ പിന്നോക്കം നിർത്തിക്കൊണ്ട് നമ്മൾ ഈ രോഗത്തിൻ്റെ കാര്യത്തിൽ പിന്നോക്കാവസ്ഥയിലേക്ക് പോകണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ശരിയായ നിലപാടല്ല. ഈ 26,000-ഓളം വരുന്ന ആശാ വർക്കർമാർക്ക് 21,000 രൂപ കൊടുക്കാൻ ഏകദേശം 36 കോടി രൂപ മാത്രമേ ചിലവാവുള്ളൂ. ഇപ്പോൾ ഈ മാറ്റിവെച്ച ഞാൻ വേറെ പറയുന്നില്ല. ഇപ്പോൾ PSC മെമ്പർമാർക്ക് കൊടുത്തോട്ടെ, മറ്റേ KV തോമസ് അദ്ദേഹത്തിന് കൊടുത്തോട്ടെ. ഈ കാറ് വാങ്ങിക്കുന്നത് ഒന്ന് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ, 1 കൊല്ലത്തേക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ലേ? അത് ആ 36 കോടി രൂപ നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടെത്താനാവുകയില്ലേ? എന്നിട്ട് അത് കൊടുത്തുകൊണ്ട് പറയണം നമുക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട്, നമുക്ക് കേന്ദ്രത്തിനോട് ചോദിക്കേണ്ടതുണ്ട്, നിങ്ങളോടൊപ്പം ഞങ്ങളും ഇരിക്കാം എന്ന് പറയുന്നതല്ലേ സാമാന്യ മര്യാദ.